മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് സമ്മർദ്ദ രാഷ്ട്രീയം ചെലുത്തുകയാണെന്ന് ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രൻ ആരോപിച്ചു. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് അജണ്ട സൃഷ്ടിക്കുന്നത്. അടുത്ത 5 വർഷം എന്ത് എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. വിദ്യാഭ്യാസം പോലെ ഗൗരവമേറിയ വകുപ്പ് ദേശീയ പാർട്ടിയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതൊരു വർഗീയ പാർട്ടിക്ക് നൽകരുതെന്നും കെ. സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇത് കേൾക്കുന്ന ഏതൊരു മലയാളിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്തൊരു സമ്മർദ്ദ രാഷ്ട്രീയമുണ്ട്. CLP ലീഡറെ കോൺഗ്രസ് തീരുമാനിക്കുന്നതിന് അവർക്കെല്ലാ അവകാശവുമുണ്ട്. ജനാധിപത്യത്തിൽ എപ്പോഴും അങ്ങനെയാണ്. ഇതുവരെ കേരളത്തിൽ മുന്നണി സർക്കാരുകൾ ഭരിക്കുമ്പോഴെല്ലാം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടില്ല. പൊതുസമൂഹത്തിന്റെ ആശങ്ക നേരത്തെ മുതലേ നമ്മൾ പറഞ്ഞു കേട്ടത് UDF അധികാരത്തിൽ വന്നാൽ നിയന്ത്രണം മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ ആയിരിക്കും. ഇത് വലിയ ചർച്ചയായതാണ് കേരളത്തിൽ. തുടക്കത്തിലെ കാണുന്നതും അതുതന്നെയാണ്. കഴിഞ്ഞ 10 വർഷം ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും, അങ്ങനെയാണ് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത്. അത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സമ്മർദ്ദ രാഷ്ട്രീയം പൊതുസമൂഹത്തിനാകെ നല്ലതല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസിന് ആര് നേതാവായാലും ഇവിടെ ആര് മുഖ്യമന്ത്രിയായാലും ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. വിദ്യാഭ്യാസ വകുപ്പ് ഒരു ദേശീയ കക്ഷി ഏറ്റെടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് മൊത്തത്തിലുള്ള എല്ലാവരുടെയും ആഗ്രഹം. എന്നാലും ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്തെല്ലാം പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് ഇട വന്നിട്ടുണ്ട്. അത് വേണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആളുകൾ അഭിപ്രായം പറയും. ഞങ്ങളെ എപ്പോഴത്തെ നിലപാട് വിദ്യാഭ്യാസ വകുപ്പ് ഒരു കക്ഷിക്ക്, ഒരു വർഗീയ കക്ഷിക്ക് കൊടുക്കരുത്, അതൊരു ദേശീയ കക്ഷിക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ.